നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എന്നാൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടിയാലും മതി, കൂടി പോകണ്ട എരിവ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാണാനൊരു ഭംഗിയും കൂടി ഉണ്ടാവും. എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ബൗളിൽ ഒരു കോഴിമുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസും മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പാനിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും മൊരിഞ്ഞ് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്